ഈ പിമ്പിൾ ടൂവിൻ്റെ അറ്റാക്കിന് പോയപ്പോൾ അനൂജ് നയ്യാർ ഉണ്ടായിരുന്ന അനൂജിൻ്റെ കമ്പനി ചാർലി കമ്പനിയാണെന്ന് തോന്നുന്നു. അവരുടെ കമ്പനി കമാൻഡ് ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റ് ഇതിൽ ബുള്ളറ്റ് കൊണ്ട് താഴെ വന്നു. പിന്നെ അനൂജ് നയ്യാറായിരുന്നു ആ കമ്പനിയിൽ ലീഡ് ചെയ്തത്. അനൂജ് നയ്യാർ 4 ബങ്കേഴ്സ് ക്ലിയർ ചെയ്തു. 4 അപ്പോൾ ഓരോ ബങ്കറിൽ പോയിട്ട് നമ്മൾ ഫിസിക്കലി അസോൾട്ട് ചെയ്യണം. 4 ബങ്കർ. അപ്പോൾ ഈ ബങ്കേഴ്സ് ഇങ്ങനെ എച്ചലൻസ് പറയും. എച്ചലൻ എന്ന് പറയും 1, 2, 3, 4 ഇങ്ങനെയാണ്. 2 ഒരുമിച്ചല്ല. അപ്പോൾ ഇവർക്കറിയാം, ശത്രുക്കൾക്കറിയാം ഇങ്ങനെ ഇൻഫൻട്രിക്ക് വരാൻ പറ്റുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ. അപ്പോൾ ഓരോന്നിലും മെഷീൻ ഗൺസ് ഉണ്ട്, ഓരോരുത്തരും മെഷീൻ ഗൺസ് ഉണ്ട്. അവരവരുടെ ഈ ഫയർ ഡയറക്ഷൻസൊക്കെ ശരിക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതിലെ പോയാലും ഇവരുടെ ബുള്ളറ്റ് നമ്മുടെ മീതെ കൊള്ളും. അപ്പോൾ അതിനെ മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറയും. മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വാജ്യത്ത്? ഇപ്പോൾ വാജ്യത്തിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ഇവിടേക്ക് ശത്രുക്കൾ ഇങ്ങനെ ആക്രമിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു വെപ്പൺ ഇവിടെ സൈറ്റ് ചെയ്യും, മറ്റൊരു വെപ്പൺ ഇവിടെ സെറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക് വെപ്പൺസ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വെപ്പൺസ് ഈ ഡയറക്ഷനിലേക്ക് ഫയർ ചെയ്യും, ഈ ഇവിടെ ഉള്ളത് ഈ ഡയറക്ഷനിലേക്ക് ഫയർ ചെയ്യും. അപ്പോൾ ഈ ക്രോസ് ഫയർ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം വരാൻ. എങ്ങനെ വരും? ഇത് മെയിനായിട്ടിൽ ഇങ്ങനെ ബെൽറ്റ് ഫയറിംഗ് ആണല്ലോ. ഇതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വേണ്ടിയിരിക്കുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് സൈറ്റ് ചെയ്യുക. പാകിസ്ഥാനികളുടെ ടാക്ടിക്സ് ആയാലും നമ്മുടെ ടാക്ടിക്സ് ആയാലും ശരി, ആരുടെ ടാക്ടിക്സ് ആയാലും ഇതെല്ലാം ഒരേമാതിരിയാണ്. അങ്ങനെ ഈ പിമ്പിൾ ടോയിൽ 4ാമത്തെ ബങ്കർ പിടിച്ചോട്ട് കൂട്ടിയിട്ട് അപ്പോൾ അവൻ ഏകദേശം 6-7 വരെ അനൂജ് നയ്യാർ ശരിക്കും ഷൂട്ട് ചെയ്യലായിട്ടെല്ലാം ചെയ്തതിന് ശേഷം അനൂജ് നയ്യാർ വെടികണ്ടു താഴെ വന്നു, ഡൈഡ് ഇൻസ്റ്റൻറ്റേനിയസ്ലി. ഇനി അവിടെ ഇൻഫൻട്രിയുടെ ആരുമില്ല, ഇൻഫൻട്രിയുടെ കമാൻഡേഴ്സ് ആരുമില്ല അവിടെ. ആ സമയത്ത് ഈ 7 ജാർഡിൻ്റെ CEO US ബാബ, കേണൽ US ബാബ എന്നോട് റേഡിയോ സെറ്റിൽ സംസാരിച്ചു. അപ്പോൾ റേഡിയോ സെറ്റിൽ നമ്മൾ പറയുന്നത് മുഴുവൻ പാകിസ്ഥാനികൾക്ക് കേൾക്കാം, അവർ പറയുന്നത് നമുക്കൊന്നും കേൾക്കാം. അവിടെ സീക്രറ്റ് ഡിവൈസ് ഒന്നുമില്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാം.